കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുട്ടിനൊരു നീ ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ ഓൺ ദ ഫീൽഡ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഒരു പെയിൻ ഉണ്ടാകാം. മുട്ടിനൊരു നല്ല വേദന ഉണ്ടാവും. ഈ വേദന കാരണം ഒരു കളിക്കാരന് തുടർന്ന് കളിക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, ഉടൻ തന്നെ ഒരു ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് കൊണ്ട്, മുട്ടിനകത്ത് രക്തം കെട്ടുന്നത് കൊണ്ട് അവർക്ക് ഒരു സ്വെല്ലിംഗ് ഉണ്ടാകും. മൂന്നാമത്തെ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ മുട്ടിന്റെ ഇൻസ്റ്റെബിലിറ്റി, അതായത് മുട്ടിനുള്ള ബലക്ഷയം ഉണ്ടാകും. മുട്ടങ്ങ് ഇളകിപ്പോകുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോക്കിംഗ് എപ്പിസോഡ്. ലോക്കിംഗ് എന്ന് പറയുമ്പോൾ മുട്ട് മടക്കിയിട്ട് അവർക്ക് നിവർത്താൻ കഴിയാത്ത രീതിയിൽ മുട്ടങ്ങ് മടങ്ങി ഒരു പൊസിഷനിൽ അങ്ങ് ലോക്കായി പോകുന്നതാണ് ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ വേദന, അല്ലെങ്കിൽ മുട്ടിനകത്ത് നീര് കൊള്ളുക, അല്ലെങ്കിൽ മുട്ടിന്റെ ഇൻസ്റ്റെബിലിറ്റി, അവർക്ക് മുട്ടിന്റെ ബലക്ഷയം ഉണ്ടാകുക, അല്ലെങ്കിൽ മുട്ട് ഒരു പൊസിഷനിൽ അങ്ങ് ഫിക്സ് ആയി പോകുന്നതാണ് ലോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉടൻ തന്നെ നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതാണ്. ഇതുപോലെ ഇഞ്ചുറീസ് ഉണ്ടായി കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും കളിച്ചുകൊണ്ടിരുന്നാൽ ആ ഇഞ്ചുറി, ആ ഡാമേജ്ഡ് ടിഷ്യൂസ് വീണ്ടും ഡാമേജ് കൂടി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ കാണിച്ച് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് അതിന് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്.